ഹായ് ഗായ്സ്, ഞങ്ങളുടെ ഇസബേബി ആയിട്ട് ഞങ്ങൾ രാവിലെ ഇപ്പം എണീറ്റ് ഇവിടെ ഇസബേബിയുടെ കളിയും പരിപാടീസൊക്കെ ഒരു ബലൂൺ ഇവിടുന്നോ തപ്പിക്കൊണ്ട് വന്നു രാവിലെ. അത് വായിൽ വെച്ച് ഹായ് പറഞ്ഞേ, ഹായ് 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 പറഞ്ഞേ, ഹായ് പറഞ്ഞേ ഇസബേബി, ഹായ്. ടാറ്റ, ഒരു ടാറ്റ കൊടുത്തേ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ടാറ്റ. അപ്പോൾ ഇസബേബി ഇന്ന് തിരിച്ചു പോവാണ് അഖിലിൻ്റെ വീട്ടിലേക്ക്. ഇസബേബിനെ ഇപ്പം ഞങ്ങൾ രാവിലെ കൊണ്ട് അല്ലേ കൊണ്ടാക്കും. അപ്പോൾ ഇസബേബിനെ ഇപ്പോൾ രാവിലെ എണീപ്പിച്ച് അച്ചു കുളിപ്പിച്ച് അച്ചു മമ്മിയും കൂടെ കുളിപ്പിച്ചിട്ട് ഇവിടെ ഇപ്പോൾ ഇതിന് വീഡിയോ എടുക്കാൻ വേണ്ടി നേടാ ഇനി വെറുതെ ഈ പുരുകത്തിൻ്റെ ഇവിടെയൊക്കെ ഇത് എഴുതി പൗഡറൊക്കെ ഇട്ടെന്നെ വീഡിയോ എടുക്കണം. പക്ഷെ അപ്പോൾ അവൾ ആ സമയത്ത് അത്ര നല്ല മൂഡിലായിരുന്നില്ല. ഇപ്പോൾ ഇസബേബി ആയിട്ട് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇസബേബി? ഇങ്ങോട്ട് നോക്കിക്കേ. ഇസബേബിനെ കൊണ്ട് തിരിച്ച് നമ്മൾ അവിടെ കൊണ്ട് ആക്കിയിട്ട് തിരിച്ച് ഞാനും അച്ചുവും കൂടെ ആലപ്പുഴയ്ക്ക് പോവും. എന്ത് അച്ചു തുമ്മാമ്പുരമാണോ? അച്ഛനാണെങ്കിൽ കാല് വേദന, മുട്ടുവേദന, ഇപ്പോഴേ വയ്യ അല്ലേ? ഈ ചിക്കൻ കാല് കടിച്ചെടുക്കുന്നതിൻ്റെ രീതിയിലാണ് അവിടെ നിന്ന് ഇത് കടിക്കുന്നത്. ഇത് ചിക്കനല്ല, ഞാൻ പ്ലാസ്റ്റിക്കാണിത്. കള അയ്യ 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 അയ്യ. ഒന്നും നോക്കട്ടെ. പിന്നെ 10 മാസമുള്ള കൊച്ചിപ്പോൾ മിസ് ചെയ്ത് അതിൻ്റെ സ്റ്റോറി ഇടുകയും ചെയ്യും. സുബേബി രാവിലെ എണീറ്റ് സ്റ്റോറി ഇടും, മിസ് യു ഗൈസ് എന്ന് പറഞ്ഞിട്ടല്ലേ. ചുണ്ടടി ചുണ്ടടി ചുണ്ടടി. സുബേബി ഇങ്ങോട്ട് നോക്കിയതേ. പത്തേ പത്തേ. അയ്യോ ഇസുബേബി എന്തേ? എവിടെ ഇസുബേബി? എവിടെ എവിടെ എവിടെ? അയ്യോ എവിടെ? അതിന് ഫോൺ വിളിച്ചേ. ഹലോ ഹലോ പറ. ഇസുബേബി എണീറ്റ് പാല് കുടിച്ചു രാവിലെ എണീച്ച്. പാല് കുടിച്ചാ? അങ്കിള് പറയാം. ഇസുബേബി നല്ല കൊച്ചാണേ. രാവിലെ എണീച്ച് പാലൊക്കെ കുളിച്ച് ഒരു ചുന്തിടി കുട്ടിയായിട്ടിരിക്കുക. നീ ഹലോ. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇസബേബിനെ തിരിച്ച് ആക്കാൻ വേണ്ടി പോവാണല്ലേ. നോക്കിക്കേ, ചിരിച്ച കുഞ്ഞ്. അവൾക്ക് അറിയത്തോലും ഇല്ല അങ്ങോട്ട് പോവാന്നുള്ള കാര്യം. അവൾക്ക് അറിയത്തില്ലല്ലോ. ബാബ എവിടെ കറങ്ങാൻ വേണ്ടി പോവാന്ന് വിചാരിച്ചേക്കും അല്ലേ. ഇസാ ചേ ചിരിച്ച കുഞ്ഞ്. പൊന്നാ ഇസാ എവിടെ ഇട്ട്? അവള് കാഴ്ചയെ കണ്ടിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. പോട്ടെ എപ്പോഴും കുഞ്ഞ്. എന്നാ പറ്റി? ഇപ്പൊ നമ്മുടെ വീട്ടിൽ എത്ര ദിവസം നിന്നു? 10 ദിവസം അല്ലേ? 10 ദിവസമായി. പിള്ളേർ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സങ്കടമായി പോവുകയും ചെയ്യും. ഞാൻ നിന്റെ കാര്യമല്ല കുഞ്ഞിന്റെ കാര്യം പറഞ്ഞാണ്. നീ പോയതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു പോകുന്നതിനകത്ത് എനിക്ക് നീ പോകുന്നതിന് സങ്കടം ഉണ്ടെന്നില്ല വെച്ച്. എടുക്കാതെ ചിരിച്ചേ. അതെ, അങ്ങനെ അച്ചു വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ എന്തോ മമ്മി പറയാൻ വന്നേ. ഇവിടെ ഇങ്ങോട്ട് നോക്കിക്കോ, കാണാൻ വയ്യ മമ്മീനെ. മമ്മി ബാക്കി ഇരിപ്പുണ്ട്, കാണുന്നില്ല. ഇപ്പൊ കണ്ട്. ചിരിച്ചേ. സ്മൈൽ കൊടുത്തത് ഇങ്ങോട്ട് നോക്കിക്കേ ബേബി. ചുന്തടി കളി. വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടെങ്കിൽ ഇരിക്കുക. നമ്മളങ്ങനെ ഡ്ര വെച്ചേ. വെച്ചേ. നമ്മൾ ഡ്ര പോവാണോ? അവള് പുറത്തെ കാര്യങ്ങളെ കണ്ടോണ്ടൊക്കെ ഇരിക്കുകയാണേ. ഡ്ര വെച്ചേ. എന്നിട്ടാ ഇട്ട് നോക്കി ഡ്ര വെച്ചേ.
അതെ 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 പൊന്നൂട്ടൻ ഇപ്പൊ അടുത്താഴ്ച വന്നോളൂ. മെയ് മാസം മൊത്തം പിള്ളേരുടെ കാര്യമാണ്. ഇപ്പൊ ഇസ വന്നു, ഇനിയിപ്പോ അടുത്ത അവൻ വരും അല്ലേ? ഒരു മാസമേ ഉള്ളൂ അവർക്ക്, ഒരു മാസം അവധിയുള്ളൂ അവിടെ. രേഷ്മയുടെ കുഞ്ഞു വരും ഇപ്പോ. അവരിപ്പോ അവിടെ നിന്ന് ഇറങ്ങി 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നാളെ മറ്റന്നാളായിട്ട് വരും. ചുന്തടി കള്ളി എടി ചുന്തടി ഇവിടെ വന്നപ്പോഴത്തേക്കും പഴയ ആളായി. നമ്മളെയൊക്കെ മറന്ന്. ഈ ഇച്ച ഇങ്ങോട്ട് നോക്കിക്കേ, വരത്തില്ലേ? എന്തെറ്റി? ബബി ചേച്ചിയോ? കൊച്ചിനെ എന്തോ കടിച്ചോ? അയ്യോ, എവിടെയാ കടിച്ച കുഞ്ഞിനെ? അച്ചോ. തരുവോ? പേര് പറഞ്ഞു, കുഞ്ഞിന്റെ പേര് പറഞ്ഞേ. മനാസെ. കുഞ്ഞുമാവ എന്തേ? ഉറങ്ങി. ഇത് നമ്മുടെ കുഞ്ഞേ ഇസ വരത്തില്ല. ബാ വരത്തില്ലേ? നീ മറന്ന വരത്തില്ല. ഇങ്ങോട്ട് നോക്കി ബാ. കാക്കനെ വിളിച്ചേ. ഇപ്പൊ നേഴ്സറി, ഇപ്പൊ കറക്റ്റ് മറ്റേ നേഴ്സറി സ്കൂൾ പോലെ അല്ലോ അല്ലേ? മൊത്തം പിള്ളേരാണല്ലോ അല്ലേ അച്ചു? 1 2 3. കളിച്ചോ. ഇങ്ങനെ എടുത്തിക്കോളുവോ? അവര് തമ്മിൽ മുമ്പ് എടുത്തിക്കോളൂ അല്ലേ? മുറുകെ പിടിച്ചോ. കെട്ടിപ്പിടിച്ചിരുന്നോ? മുറുകെ പിടിച്ചോണേ. മുറുകെ പിടിച്ചിരിക്കണേ. അതെ മുറുക്കി പിടിച്ചേക്കണം പറഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ഞെക്കി പിടിച്ചിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇസ ബേബിനെയൊക്കെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അതായത് പൂങ്കാവ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അച്ചു ആണെന്നുണ്ടെങ്കിൽ കുറെ നാൾക്ക് ശേഷം. എനിക്ക് ഈ വീടൊക്കെ ഓർമ്മയുണ്ടോ? രൂപമൊക്കെ വെച്ചു കണ്ട ഓർമ്മയുണ്ടാ? വായ്പ കൊണ്ടാണ് അറിയാവാ. ഒന്ന് വിളിക്കാതെ എനിക്ക് അതെ വാ അമ്മച്ചിക്ക് മരുമകൾ എന്തൊക്കെ സാധനം കൊണ്ട് അവനോട് ചോദിച്ചാൽ അരിപ്പൊടി, ഗോതമ്പൊടി, ചാണാപ്പൊടി ആയിട്ടൊക്കെ. ഇതെനിക്കുള്ള മുട്ട, ഇതെന്റെ മുട്ട. പിന്നെ ഇത് ചാണാപ്പൊടി ആർക്കാം അമ്മച്ചി കാണാം. ഇത് മാങ്ങ. ഇവിടെ ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് നാട് കിടന്ന സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരുപാട് ക്ലീനിങ് വർക്കും സ്റ്റുഡിയോയുടെ വർക്കൊക്കെ നടന്നിരിക്കുകയാണ്. ഇത് ചെടിക്കിടാൻ വേണ്ടിയിട്ടാണ്. എടുത്തോ. അത് ഈന്തപ്പഴമാണെന്ന് തോന്നുന്നു. അതെനിക്കുള്ള. അതെ നിന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും എനിക്കൊരു പ്രയോജനം ഉണ്ടാകട്ടെ. വേറെ പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഒന്നും ഇല്ലല്ലോ. പൈസ ഒന്നും ഞാനല്ലേ എന്റെയൊക്കെ. ഇതെന്റെ കാശ് കൊടുത്ത് എല്ലാ സാധനവും വാങ്ങിച്ചു വന്നിട്ട് ലാസ്റ്റ് ഇനിയിപ്പോ നമ്മുടെ സ്റ്റുഡിയോയുടെ വർക്ക് നടന്നിരിക്കുകയാണ്. താൻ കണ്ടില്ലല്ലോ. ഈ വീട്ടിലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് അതെ മൊത്തം പൊടിയാണ്. ഒരു കാര്യം ചെയ്യും, താൻ തൂക്കിയെങ്കിലും ചെയ്യും. നമ്മുടെ പുതിയ സ്റ്റുഡിയോയുടെ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ വീട് മൊത്തം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റുഡിയോയുടെ വർക്ക് കിടക്കുന്നുണ്ട്. അതറിയില്ല, നമുക്കൊന്നുകൂടെ റീടച്ച് ചെയ്യേണ്ടി വരും. അത് പുള്ളി ചെയ്തപ്പോഴത്തേക്കും പോയതായിരിക്കും. ഇത് ലൈറ്റ് ഇട്ട് നോക്കിയേ. ഓക്കെ 2 3 കുഴപ്പമില്ല. ഇനി ഇതൊന്ന് റീടച്ച് ചെയ്യണം കേട്ടോ. ഇവിടെ ഇത് നമ്മുടെ പുതിയ സ്റ്റുഡിയോ ആണ്. എന്റെ സ്റ്റുഡിയോയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കണ്ടോ നമ്മളിങ്ങനെ കുറച്ചുകൂടെ പരിപാടീസ് അതിനകത്ത് ഉണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ. ആരെ ഇവിടെ ഒന്ന് ഇത് പോയി, ഇവിടുത്തെ പെയിന്റും പോയി. ഇവിടെ അതാ മറ്റേ ഈ ഇത് വെക്കാൻ വേണ്ടിട്ട് റൗണ്ട് ചെയ്ത് അത് പോയിട്ടുണ്ട്. ആ പെയിന്റ് ഇട്ടിട്ട് നമുക്ക് തന്നെ ചെയ്യാം.
അത് തന്നെ അതാ പെയിന്റ് ഒന്ന് പെയിന്റ് അടിക്കണം. ഇത് നമുക്ക് അടിക്കാന്നല്ലേ ഉള്ളൂ, നമുക്ക് അടിക്കാം. ഇനി ബ്ലൈൻഡ്സ് ഇടണം മെയിൻ ആയിട്ട്. അത് കുഴപ്പമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ കാര്യമുള്ളൂ, നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പെയിന്റ് ഉണ്ടല്ലോ. ഇനി ആ ബ്ലൈൻഡ്സിന്റെ ആൾക്കാരെ വിളിച്ചിട്ടേ ബ്ലൈൻഡ്സ് ഇടിപ്പിക്കണം ഇനി ഇവിടെ. ഇവിടെ ഒരു ഫാനൊക്കെ വെച്ച് നമ്മള് കണ്ടതേ. സ്റ്റുഡിയോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റുഡിയോയുടെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തു തരാം. ഇനിയും പണി മിച്ചം ഒത്തിരി ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. അല്ല അതിന്റെ സ്വിച്ച് അവിടെ തന്നെ അടിക്കേണ്ട സ്വിച്ച്. ഇവിടെ മൊത്തം കൺവെൻഷനുകളൊക്കെ പൊടിയായിരുന്നു. അപ്പൊ ഇനി ഒന്നുകൂടെയൊക്കെ തൂത്താലേ ഇത് ശരിയാവത്തുള്ളൂ. ഹാളിലൊക്കെ നിറച്ച് വൃത്തിയായി കിടക്കുക, അതെല്ലാം ചെയ്യണം. ക്ലീനിങ് എന്തായാലും ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും ഇനി ക്ലീൻ ചെയ്യും. സോ ഗൈസ്, അങ്ങനെ സമയം ഇപ്പൊ രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 10:03 ആയിട്ടുണ്ട്. ഞങ്ങള് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് അത്ര വയ്യ. കാരണം 3-4 ദിവസമായിട്ട് നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ വർക്ക്, ഇപ്പോൾ സ്റ്റുഡിയോ കംപ്ലീറ്റ് വർക്ക് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏകദേശം കണ്ടല്ലോ. ഞാൻ അതിന്റെ അപ്ഡേറ്റ്സ്, കാരണം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ സ്റ്റുഡിയോയുടെ ഈ ജിപ്സം ബോർഡിനെ വർക്ക് ചെയ്തപ്പോഴത്തേക്കും നന്നായിട്ട് വീട് മൊത്തം പൊടിയായി. അച്ചു ചങ്ങനാശ്ശേരിയിലായിരുന്നുകൊണ്ട് ഇവർക്ക് അത്ര പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഈ ഡസ്റ്റിന്റെ അലർജി ഉള്ള ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് വളരെ പെട്ടെന്ന് പൊടി അടിച്ചു കഴിഞ്ഞാൽ ഇസ്നോഫീലിയായ അമ്മയ്ക്കും അങ്ങനെ തന്നെയാണ്, ആപ്പാട് സീനാവും. അതുകൊണ്ട് എന്റെ അവസ്ഥ ഭയങ്കര ശോകമായിരുന്നു. ഇപ്പൊ ഞാനിന്ന് ചങ്ങനാശ്ശേരി ഇന്നലെ പോയിട്ട് തിരിച്ച് ഇന്ന് വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ തന്നെ വന്നു കഴിഞ്ഞ് ജിമ്മിൽ പോകണം എനിക്ക്. പക്ഷെ ഭയങ്കര ടയർഡായി പോയി. ഭയങ്കര ടയർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് എനിക്ക് ഒരു വിഷ്ണു എനിക്ക് പറഞ്ഞത് 5 മണിയാകുമ്പോൾ വരാനാ പറഞ്ഞത്, 5:30 വരാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കിടന്നുറങ്ങി. ഉറങ്ങാൻ വേണ്ടി കിടന്നതല്ല, ജസ്റ്റ് ചുമ്മാ ഹാളിൽ കിടന്നപ്പോഴത്തേക്ക് അങ്ങ് ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. എണീറ്റ് ജിമ്മിൽ പോയ സമയത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയം മുതൽക്ക് തന്നെ ഇവര് വീട്ടിൽ അച്ചു വന്നിട്ട് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? സ്റ്റുഡിയോ റൂം ഒന്ന് തൂത്തു തുടച്ചു, പിന്നെ വീട് ഫുൾ അവള് കഴുകി. എല്ലാം അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മ രാവിലെ ഒരു റൗണ്ട് കഴുകി, പിന്നെ ഇവള് കഴുകി. ഞാനും അമ്മയൊക്കെ ആയിട്ടാണ് ഇന്നലെ ക്ലീൻ ചെയ്തത്. കർട്ടനൊക്കെ ഞങ്ങള് അഴിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അച്ചു വരുന്നതിന് മുന്നേ തന്നെ. അച്ചു ഇപ്പോൾ വന്നപ്പോഴത്തേക്കും കർട്ടന്റെ അല്ലേ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് അവളത് എടുത്ത് വെക്കുകയും ചെയ്ത്. അപ്പൊ ഇവളെനിക്ക് പറഞ്ഞു രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും പണി എടുത്തുകൊണ്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ജിമ്മിൽ പോയി. ഒരു കുറച്ച് വർക്കൗട്ട് ചെയ്തു. ഒരു ഹാഫ് വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. ബ്ലാക്ക് ഔട്ടായി. കാരണം ബോഡി അത്രയും ടയർഡ് ആയതുകൊണ്ട് സീനായി പോയി. എനിക്ക് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല അത്രയും. കാരണം ഞാൻ ശരിക്കും എനിക്ക് ബ്രീത്ത് ഇഷ്യൂസ് വന്നു. ഞാൻ അങ്ങനെ ലാസ്റ്റ് ജിമ്മിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു സോഡ നാരങ്ങ വാങ്ങി കുടിച്ചു അല്ലേ? എന്നിട്ടാണ് അപ്പോഴാണ് ഓക്കെ ആയത്. ഒന്ന് കുളിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ. അപ്പൊ എന്തായാലും പുറത്ത് പോകുന്നതോട് പറഞ്ഞതാണ്. അവന്റെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ടെന്ന് അമ്മച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുമോളാണെങ്കിൽ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇപ്പോൾ ഇറങ്ങിയൊക്കെയാണ്. ഇനിയിപ്പോൾ നാളെ സ്റ്റുഡിയോയുടെ ബാക്കി പരിപാടിയൊക്കെ നാളെ ചെയ്യാനുണ്ട്. ഇനി ചെയ്യാനുണ്ട്. അതെ. ഇപ്പൊ നാളെ ബ്ലൈൻഡ്സിന്റെ കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ചെയ്യണം. സ്റ്റുഡിയോയുടെ അപ്ഡേറ്റ്സ് അടുത്ത ദിവസം തൊട്ട് ഞാൻ തരാം, എന്തൊക്കെയാണ് പരിപാടീസ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ, നമ്മൾ ഈ സ്റ്റുഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വീഡിയോയുടെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ റിവീൽ ചെയ്യാനായിട്ടില്ല എന്താണ് സംഭവം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെയൊക്കെ, അത് ഞങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. നമുക്കത് ഞങ്ങൾ രണ്ടും മാത്രമല്ല അത് ചെയ്യുന്നത്. നമുക്കതിന് വേറെ പാർട്ണർ കൂടെ ഉണ്ട്. ആ പാർട്ണർ ആരാണ്, എന്താ സംഭവം എന്നുള്ളതൊക്കെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ ഉറപ്പായിട്ട് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ എവിടുന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ ഡയറ്റ് ആയതുകൊണ്ട് എല്ലാ ഫുഡും കഴിക്കാനായിട്ട് അല്ല, കടയുണ്ട്. ആലപ്പുഴ രാത്രി കടയൊക്കെ കിട്ടും, കടയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഡയറ്റ് ആയതുകൊണ്ടേ ഈ ഡയറ്റിനകത്ത് ഫുഡ് കിട്ടാനായിട്ടുള്ള കുറച്ച് പാടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോയി ഫുഡ് അടിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? നമ്മൾ എന്തിനാ വെറുതെ നിങ്ങൾ വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.